ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിണ്ണത്തപ്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ വേണ്ടി എടുക്കുന്ന ബസുമതി റൈസാണ്. ഇതിന് പകരം നല്ല ഇനം ഏതെങ്കിലും പച്ചരി എടുത്താലും മതി. ഇത് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി ഇത് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ ഈ അരി നല്ലതുപോലെ കഴുകിയിട്ട് ഇവിടെ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് മിക്സിയുടെ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചിലർ ശർക്കര ചേർത്തും കിണ്ണത്തപ്പം ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 3 ഏലക്കായുടെ അരി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതല്പം കട്ടിയായിട്ടുള്ള പാലാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് അളവ് പറയുന്നതെങ്കിൽ ആ അരി എടുക്കുന്ന ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് തേങ്ങാപ്പാൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഇതിലോട്ട് ഒന്ന് അരിച്ചൊഴിക്കാം. ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നെങ്കിൽ ഈ അരിച്ച് കഴിഞ്ഞ് അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഏലക്കയുടെ ആ സീഡ് ആയതുകൊണ്ടാണ് അത് നേരത്തെ അരി അരച്ചപ്പോൾ അതിൻ്റെ അകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തത്. ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതിനധികം സാധനങ്ങളും ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് തടവി എടുക്കണം. നെയ്യ് തടവുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഈ കിണ്ണത്തപ്പം വിട്ടുപോരും. കിണ്ണത്തപ്പത്തിൻ്റെ ആ മാവ് അല്പം ലൂസായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഒഴിക്കുന്നത്. അധികം കട്ടിയില്ലാതെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഇത് 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നിട്ടൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ സ്ക്യൂവറിലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 20 മിനിറ്റാണ് ഇത് വേകാൻ വേണ്ടി എടുത്തത്. അതുപോലെ തന്നെ മറ്റേ രണ്ടാമത്തെ പാത്രത്തിലുള്ളതും കൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 പാത്രത്തിലുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ മുറിച്ചെടുക്കാവുള്ളൂ. ഇതിപ്പം തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മറിച്ചിട്ടിട്ടുണ്ട്. അതൊന്നിട്ടൊന്ന് മുറിച്ച് നോക്കാം. ഇത് നല്ല സോഫ്റ്റാണിത്. ഈ കിണ്ണത്തപ്പം മുട്ട ചേർക്കാതെയും ചിലർ തയ്യാറാക്കി എടുക്കാറുണ്ട്. മുട്ടയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് മുട്ട ചേർക്കാതെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.